പിന്നെന്താ പ്രത്യേകത? ഇന്ന് നല്ല പ്രത്യേകത ഉള്ള ഒരു വീഡിയോ, നല്ല സന്തോഷമുള്ള ഒരു വീഡിയോ. അതെ, എന്ത് കേട്ടോ ഈ സംഭവം? എന്താണെന്ന് എനിക്കറിയില്ല. ആഗ്രഹിക്കുന്നില്ല. പറഞ്ഞ എന്ത് സംഭവം? ആക്ച്വലി നമ്മളെ അമ്മ വരുവല്ലേ. ആര് വരുവാ? അമ്മ വരുവാണെന്ന്. അമ്മ വരുവാണ്. ഒരു വർഷമായി? നിങ്ങൾ എത്ര വർഷമായി കണ്ടിട്ട്? ഞാൻ 20 മാസം. 20 മാസം എന്ന് പറയുമ്പോ എത്ര? 1 വർഷം അല്ല 1.5 വർഷമായി അല്ലേ? 1 വർഷത്തേക്കുള്ളായി. അതെ അതെ അതെ. നമ്മള് 1 വർഷമായി ഇല്ല, 1 വർഷത്തേക്കുള്ളായി. അപ്പൊ പാപ്പനെ കാണുന്നില്ലേ? അപ്പൊ നമ്മള് പോവാ, അമ്മേനെ വിളിക്കാൻ പോവാ. സമയം ഇപ്പൊ എത്ര മണിയാടി? സമയം 4 മണിയായി. 4 മണിയായി. ഏകദേശം 6 മണിയാകുമ്പോ അമ്മ എത്തും. പുറത്തിറങ്ങുമ്പോഴത്തേക്ക് 45 മിനിറ്റ്സ് എക്സ്ട്രാ. ഞങ്ങൾക്ക് ഇവിടെ 1 അവർ ഡ്രൈവ് ആണുള്ളത്. അപ്പൊ നമ്മള് ഇനി വഴി അപ്പൊ നമ്മൾ 4 പേരും കൂടെ പോവാണ്. അമ്മ ഇങ്ങ എത്തോ ഇല്ലയോ നമുക്ക് അറിയില്ല. ജർമ്മനി വഴിയൊക്കെ വരുന്നത്. അപ്പൊ എന്തായാലും ബാക്കി വഴിയെ കാണാം. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ പോയിക്കൊണ്ടിരിക്കാം. ചേട്ടായി ബാക്കിൽ കാറിലോട്ട്. ആ സംഭവം എന്താന്ന് വെച്ചാല് നമ്മളെ അമ്മ ഒറ്റയ്ക്ക് വിടാൻ പറ്റാത്തത് കൊണ്ട് തന്നെ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ തന്നെ ഇവിടെ ഉള്ള ഒരു ചേച്ചി അല്ലേ സംബന്ധിച്ച് നമ്മൾ നേരത്തെ ടിക്കറ്റ് എടുത്തു. ടിക്കറ്റ് ഫെയർ എല്ലാം കുറേ ദിവസം ഒരു ടിക്കറ്റ് ഫെയർ എടുത്തിട്ട് നമ്മൾ വീൽ ചെയർ അസിസ്റ്റ് എടുത്തു അമ്മയ്ക്ക്. അപ്പോൾ നമുക്കൊരു ടെൻഷൻ വെച്ച് കുറവല്ലേ, കാരണം നമുക്കൊരു വീൽ ചെയർ അസിസ്റ്റ് ഉള്ളപ്പോഴത്തേക്ക് അമ്മയ്ക്ക് പ്രോപ്പറായിട്ട് ഗൈഡൻസ് കാര്യങ്ങളെല്ലാം കിട്ടും. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് നമ്മൾ അമ്മ വരുന്നതിന്, അതായത് ഇന്ന് ഞങ്ങൾ 2 ദിവസം മുന്നേ അല്ലേ അമ്മ, 2 ദിവസം മുന്നേ നമ്മൾ അറിയുന്നത് നമ്മുടെ കമ്മ്യൂണിറ്റിയിലുള്ള നമ്മുടെ വീടിനടുത്തുള്ള ഒരു ചേട്ടൻ ചേച്ചിയും അതേ ഫ്ലൈറ്റിൽ നാട്ടിൽ നിന്ന് വരുന്നുണ്ട്. അത് ഭയങ്കര ഒരു ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ബ്ലെസ്സിംഗ് ആയി. കാരണം നമ്മൾ ആദ്യമായിട്ടാണ് ഇത്രയും ദൂരം അമ്മ ഒറ്റയ്ക്ക് വരുന്നത്. അതെ, അമ്മയ്ക്ക് ഭാഷയുടെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. കാരണം ജർമ്മനി വഴിയൊക്കെ വരുന്നത്, അവർക്ക് പലയിടത്തും ഇംഗ്ലീഷ് പറഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് അറിയില്ലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ചെറിയ ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ എന്നാലും ദൈവം സഹായിച്ച് കറക്റ്റ് ആ ടൈം ആയപ്പോൾ തന്നെ നമുക്ക് ചേട്ടനും ചേച്ചിയും അവിടെ നിന്ന് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അവരെയും കൂടി നമുക്ക് പിക്ക് ചെയ്യണം. അതുകൊണ്ട് ഞങ്ങൾ 2 ചേട്ടായും വണ്ടി എടുത്തിട്ടുണ്ട്. അപ്പൊ അവര് ബാക്കിൽ നമ്മുടെ പിറകെ ഉണ്ട്. അപ്പൊ പോകുന്ന വഴിക്ക് തന്നെ നമുക്ക് കോസ്കോയിൽ ഒന്ന് കയറണം. കാരണം കുറച്ച് കാര്യങ്ങളൊക്കെ മേടിക്കാനുണ്ട്. അത് കഴിഞ്ഞിട്ട് അമ്മ 6 മണിക്ക് വരും. അപ്പൊ അതനുസരിച്ച് നമുക്ക് നമ്മളൊരു 5:15 കോസ്കോയിൽ എത്തും. ഒരു 30 മിനിറ്റ്സ് ഷോപ്പിംഗ് കഴിഞ്ഞിട്ട് നമുക്ക് അവിടെ നിന്ന് ഒരു 20 മിനിറ്റ്സേ ഉള്ളൂ എയർപോർട്ട് വരെ. അപ്പൊ ഇനി കോസ്കോയിലൊക്കെ എത്തുമ്പോ നമുക്ക് കാണാം. ഓക്കെ, അപ്പൊ നമ്മള് ഒരു ബൊക്കെയൊക്കെ മേടിച്ചിട്ട് നേരെ പോവല്ലേ. എത്ര മണിയാടി? സമയം 5:30 ആയി. ഓക്കെ, ഇനി ഇവിടുന്ന് ഒരു 25 മിനിറ്റ്സ് ഉണ്ട് എയർപോർട്ടിലേക്ക്. അജു, വേറെ കുറച്ച് ഷോപ്പിങ്ങും കൂടെ ഉണ്ട്. പാപ്പു, അപ്പൊ നമ്മള് കുറച്ച് ഷോപ്പിങ്ങും കൂടെ ചെയ്ത് ബൊക്കെ അമ്മയുടെ എല്ലാം കൂടെ മേടിച്ചിട്ട് നേരെ പോവാ. ഇനി നമുക്ക് എയർപോർട്ടിൽ പോയിട്ട് കാണാം അല്ലേ? ഓക്കെ, അപ്പൊ നമ്മള് എയർപോർട്ട് എത്തിയില്ലേ അജു? കോസ്കോയിൽ നമ്മുടെ കൂടെ ഒരാളും കൂടെ ജോയിൻ ചെയ്ത്. ആരാ? അതെ, നമ്മള് പാർക്കിംഗ് സ്ലോട്ടിലോട്ട് കേറിയിട്ടുണ്ട്. അപ്പൊ ആ ബിൽഡിംഗ് കുറച്ച് ഡാർക്കാ. ആരെ വിളിക്കണം പാപ്പു? ഓ, പാപ്പു അമ്മാമ്മ നമ്മുടെ വീട്ടിലാണോ നിക്കുന്നേ അതോ അച്ഛന്റെ വീട്ടിൽ പോയി നിക്കോ? പാപ്പു എവിടെ ആയിരിക്കും നിക്കുന്നേ? ഓക്കെ, വെരി ഗുഡ്. അപ്പൊ ഇപ്പൊ സമയം 6:15 അല്ലേ? 6 മണിക്കായിരുന്നു ലാൻഡിങ്. ലാൻഡ് ചെയ്തോ ഇല്ലെന്നൊന്നും അറിയില്ല. അപ്പൊ നമുക്ക് നേരെ ഉള്ളിൽ പോയിട്ട് കാണാം. ഓക്കെ, ഫൈനലി നമ്മൾ എത്തി. നമ്മുടെ ഫ്ലൈറ്റ് 30 മിനിറ്റ്സ് ഡിലേ എന്നാ കാണിക്കുന്നേ. അജു എത്തിയല്ലേ? ഫ്ലൈറ്റ് ഡിലേ 30 മിനിറ്റ്സ് ഉണ്ട്. നമുക്ക് ടൈം ഉണ്ട്. 10 മിനിറ്റ്സും കൂടെ ഇനി ടൈം ഉണ്ട്. ഇത് നമുക്ക് അമ്മ വന്നിട്ട് കാണാം അല്ലേ? അമ്മ വന്നിട്ട് കാണാം. യെസ് അമ്മു, നമ്മളെത്തി. ഫൈനലി നമ്മളെത്തി. പപ്പു എന്തു പപ്പു? അമ്മ വരുന്ന ചേട്ടാ അപ്പുറത്താ. എന്തുപറ്റിയടി? മേടിച്ചത് ഇപ്പൊ എങ്ങോട്ട് പോയെന്ന് അറിയാമല്ല. അജു കഴിച്ചാ? എന്റെ പാപ്പ കഴിച്ചോ? എങ്ങനെയുണ്ടടി? നല്ല ടേസ്റ്റ് അല്ലേ? എനിക്കും ഇഷ്ടമായി കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. അതെ, പക്ഷെ ഇവിടെ 9 അജു എയർപോർട്ടിൽ. എക്സൈറ്റഡ് ആണോടി? എന്താ നിനക്കിപ്പോ തോന്നേ? ടീച്ചറൊന്നും തോന്നിയില്ല. കുറെ മാസങ്ങൾക്ക് ശേഷം അമ്മേനെ കാണുമ്പോൾ സന്തോഷം അല്ലേ? അതെ. പാപ്പു ഹാപ്പിയാണോ? പാപ്പു
അവൾ ബിസിയാ. നമുക്ക് അപ്പുറം സൈഡ് നിന്നല്ല, ഇവിടെ നിന്ന് കാണാം. വരുന്നു ചേട്ടായി. ജെറിൻ ബ്രോ, ജെറിൻ ബ്രോ നമസ്കാരം. അമ്മ യാത്ര എങ്ങനെ ഉണ്ടായിരുന്നു? അല്ല ഹാപ്പി? അയ്യോ ഇവരുള്ളോണ്ട് നല്ല ഇതെന്താ ജെയിംസ് ബോണ്ടാ? ജാക്കറ്റ് ഉണങ്ങി കേട്ടോ അമ്മ, നല്ല ഉണങ്ങി കേട്ടോ അമ്മ. അമ്മ എന്തോ ചുട്ടി ഉണങ്ങി നോക്കിയാ. എന്ത് അമ്മമ്മനെ മിസ് ചെയ്തെന്ന്. അമ്മമ്മനെ മിസ് ചെയ്തോ നമുക്കൊക്കെ? അയ്യടാ അമ്മ എന്റെ മോനെ ജെറിൻബ്ര എങ്ങനെ ഉണ്ടായിരുന്നു? അതെ നല്ല ഉറങ്ങിയല്ലോ. ആ ആയോ കോലം കിട്ടിരിക്കും. അത് കറക്റ്റാ. അമ്മ ഉണങ്ങി കേട്ടാ, നന്നായിട്ട് ഉണങ്ങിയേ. പിന്നെ യാത്രയുടെ ക്ഷീണമുണ്ടമ്മ, യാത്രയുടെ ക്ഷീണമുണ്ട്. ജാക്കറ്റ് ഒരിക്കോ? ജാക്കറ്റ് ഒരിക്കോ? തണുപ്പില്ലമ്മ. അമ്മ ഇതാണ് പുറത്തിറങ്ങുമ്പോഴത്തേക്ക്. അമ്മോ യാത്ര ഉണ്ടായിരുന്നു? പിന്നെ കൊച്ചിന് അത്ര ലോക്കലാക്ക്. അമ്മയെ കൊണ്ട് ബുദ്ധിമുട്ടെല്ലാം ഉണ്ടായിരുന്നു? പൊന്നാട് എണീക്കണമെന്നുണ്ടായിരുന്നു. അപ്പൊ ഫൈനലി അമ്മ എങ്ങനെയുണ്ട്? അടിപൊളി. എന്ത് എങ്ങനെയുണ്ടായിരുന്നു അമ്മ യാത്ര? അടിപൊളി യാത്ര മോനെ. അതെ, എന്റെ മക്കളെല്ലാവരും ഉണ്ടായിരുന്നു. അനുമോളിച്ചും എല്ലാവരും ഉണ്ടായിരുന്നു. ഓക്കെ. അതുകൊണ്ട് സമയം പോയി അറിഞ്ഞില്ലല്ലേ അമ്മ? ഓ എന്റെ പൊന്നി അമ്മാമ ഇങ്ങോട്ട് എന്നിട്ട് എന്നെ പേടിപ്പിക്കുന്നു, എന്നെ വിരട്ടുന്നു, എന്റെ മുതുകത്ത് വന്ന് അടിക്കുന്നു, ഇക്കിളാക്കുന്നു. നല്ല രസമാണ്. ഒട്ടും സമയം പോയി. ഹാപ്പിയാണോ അമ്മ? ഞാൻ ഹാപ്പിയാ. ഇതാരാ അമ്മയുടെ അടുത്തിരിക്കുന്ന ഒരു സുന്ദരി ആരാമ്മ? അമ്മ എന്റെ അടുത്ത് പറയാ, അമ്മാമ്മ ഞാൻ മിസ് ചെയ്തു കേട്ടോ അമ്മ. അജു എന്താ അജു പറയുള്ളേ? ഒന്നും പറയല്ല, അടിപൊളി. അപ്പൊ ചേട്ടായും ജെറിൻ ചേട്ടനും അനുമോളിച്ചൊക്കെ അപ്പുറത്തെ കാറിലുണ്ട്. പിന്നെ നേരെ നമ്മൾ അവരെ പോയി ഡ്രോപ്പ് ചെയ്തിട്ട് നമ്മൾ നമ്മളെ വീട്ടിലോട്ട് പോകും അല്ലേ? അപ്പൊ വെൽക്കം ടു ഊട്ടി, നൈസ് ടു മീറ്റ് യു. Welcome to Ooty. Nice to meet you. Okay. ഇനി വരുന്ന വ്ലോഗുകൾ ഫുൾ അമ്മയുടെ മണ്ടത്തരത്തിന്റെ. അവിടെ റൂം എടുത്തെടുത്ത് സിനിയും ഞാനും ദൈവമേ അച്ചവിടെ ഇറങ്ങി പോയി. അജുവിന്റെ അമ്മേനെ പറ്റി കേട്ടോ പറയുന്നത്, നമ്മളെ സിനിമേനെ പറ്റി. രണ്ടൊരു ബെസ്റ്റ് ഫ്രണ്ട്സ്. അപ്പൊ ഗൈസ് ഇനി നമുക്ക് ഇനി നമ്മള് പ്രത്യേകിച്ച് വേറെ ഒന്നും കാണിക്കുന്നത് ഇനി നമ്മള് നേരെ കാണിക്കുന്നത് പൊഞ്ചിച്ചിയുടെ വീട്ടിലെത്തിയിട്ടായിരിക്കും അല്ലേ? അപ്പൊ ഓക്കെ, ബൈ ഗൈസ്. ഓക്കെ, അപ്പൊ ഇപ്പൊ രാത്രി 11 മണിയായി. നമ്മളെല്ലാം വീടെത്തി.
അമ്മയ്ക്ക് നല്ല വിശപ്പുണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ പുറത്തുനിന്ന് ഫുഡൊക്കെ മേടിച്ചിട്ട് എന്തോ മേടിക്കുന്നേ. അപ്പോൾ എന്തായാലും ഇനി ബാക്കി ഒന്നുമില്ല. ഇനി അമ്മ നല്ല ടയേർഡായി കിടന്നുറങ്ങും. ഞങ്ങൾക്ക് എല്ലാവർക്കും നാളെ ഷിഫ്റ്റ് ഉണ്ട്, ഞങ്ങളും കിടന്നുറങ്ങണം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുള്ളവർ സബ്സ്ക്രൈബ് ചെയ്യുക. അമ്മ പിന്നെ കഴിക്കാം. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.